ഈശാവാസ്യോപനിഷത്ത് 10ാമത്തെ പേജ്. അപ്പം 9ാമത്തെ പേജിൽ നിന്ന് 10ാമത്തെ പേജിലേക്ക് കടന്നപ്പോൾ നഹി ത്യക്തോ മൃതഃ പുത്രോ വാ ഭൃത്യോ വാ. ഭൃത്യനാരാ? സേവകൻ. മരിച്ചുപോയതോ അല്ലെങ്കിൽ ത്യാഗം ചെയ്യപ്പെട്ടോ ആയിരിക്കുന്നേ പുത്രനായാലും പുത്രിയായാലും ഭൃത്യനായാലും ആരെങ്കിലും കുഴപ്പമില്ല. ആത്മസംബന്ധിതായ അഭാവ, തനിക്ക് സംബന്ധിയായിട്ടില്ലാത്തത് കൊണ്ട്, താനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാത്തത് കൊണ്ട്, ആത്മാനം ന പാലയതി, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം, തനിക്ക് അവർ ഉപകാരമായി മാറുന്നില്ല എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഭൃത്യനാൽ പരിപാലനം ചെയ്യപ്പെടുകയാണ് രാജാ, പുത്രനാൽ പരിപാലനം ചെയ്യപ്പെടുകയാണ് പിതാമാതാ. ഇവർ രണ്ടുപേരും ഇല്ലാതെ പോകുമ്പോൾ തന്റെ പാലനം എപ്രകാരം നടക്കുന്നില്ലയോ, ഇതേപോലെ തെക്തവസ്തു തനിക്ക് ഉപകരിക്കത്തില്ല എന്നുള്ളത് കൊണ്ട്, ബാക്കി മുന്നോട്ട് പറഞ്ഞേ. ത്യാഗം മാത്രമാണ് മോക്ഷ സാധനം. അതിനെങ്ങനെയാണോ പറയാ? അങ്ങനെ പറഞ്ഞാ പോരെ സ്വാമിജിയെ? അങ്ങനെ പോരാലോ. അതായത് ത്യക്ത എന്നുള്ള ശബ്ദത്തിനെ നമ്മൾക്ക് ത്യാഗ എന്ന് മാറ്റിയേ പറ്റത്തുള്ളൂ, എങ്കിലേ അർത്ഥാന്വയം കിട്ടത്തുള്ളൂ എന്നാ ഉദ്ദേശിച്ചത്. ഇനി അടുത്ത പേജിൽ ടീക പറയാണ്. ത്യാഗേന ആത്മാരക്ഷിത സ്യാദ് നിഷ്ക്രിയ ആത്മസ്വരൂപ അവസ്ഥാന അനുകൂലത്വാത് ത്യാഗസ്യ ഇത്യർത്ഥഃ. നിഷ്ക്രിയനായിരിക്കുന്ന ആത്മസ്വരൂപത്തിലെ അവസ്ഥാനം ആർക്കാ വേണ്ടത്? നിഷ്ക്രിയ ആത്മസ്വരൂപത്തിലുള്ള അവസ്ഥാനം ആർക്കാ വേണ്ടത്? ത്യാഗേന ആത്മാരക്ഷിത സ്യാദ് നിഷ്ക്രിയ ആത്മസ്വരൂപ അവസ്ഥാന അനുകൂലത്വാത്. നിഷ്ക്രിയനാണ് ആത്മാ. ഇതിനിപ്പം പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ നിഷ്ക്രിയനായിരിക്കുന്ന ആത്മാവിന്റെ സ്വരൂപത്തിൽ ആത്മ ഇരിക്കുന്നുണ്ട്. ആ സ്വരൂപത്തിൽ ആർക്കാണ് അവസ്ഥാനം വേണ്ടത്? ചിത്തത്തിനാണ് അവസ്ഥാനം വേണ്ടത്. കേവലനായിരിക്കുന്ന ആത്മാവിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എവിടെയാണ് വ്യവഹാരം വേണ്ടതെന്ന് ആലോചിക്കണ്ടേ? ഈ സാധനം പഠിപ്പിച്ചിരുന്ന എന്തിനാ? അനുസന്ധാനം ചെയ്യാനായിട്ടാണ്. എവിടെയാണ് അനുസന്ധാനം വരുന്നത്? ചിത്തത്തിലല്ലാതെ ആത്മാവിലാണോ? ഇപ്പം പ്രക്രിയ സൈഡാണ് മൊത്തം പോകുന്നത്. അപ്പൊ പ്രക്രിയക്ക് അനുസരിച്ച് ചിന്തിക്കുന്ന സമയത്ത്, ഒരു ഘടത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് അന്ധകരണമാണ് ഘടാകാരത്തിലേക്ക് വരുന്നത്. ഘടം അതിന്റെ ആകാരം പണ്ടേ പ്രാപിച്ചിട്ടുണ്ട്. ചിത്തത്തിന് ഘടാകാരം വരുന്നു എന്നുള്ളതാണ് ഘടജ്ഞാനം. ഇതേപോലെ ചിത്തത്തിന് ബ്രഹ്മാകാരം വരുന്നു എന്നുള്ളതാണ് ചിത്തത്തിന്റെ നിഷ്ക്രിയനായിരിക്കുന്ന ആത്മസ്വരൂപത്തിലുള്ള അവസ്ഥാനം. ഘടത്തിന്റെ രൂപാധിയില്ലേ? ഉണ്ട്. നിങ്ങളെ ചിത്തത്തിന് ഘടത്തിന്റെ ജ്ഞാനം ഉണ്ടാവണമെന്ന് പറഞ്ഞ എന്തർത്ഥം? ചിത്തം ഘടാകാരത്തിൽ പരിണമിക്കണം. ഇതേപോലെ ബ്രഹ്മസ്വരൂപത്തിന് ഒരു തകരാറില്ല, അത് അവിടെ തന്നെയുണ്ട്. അതിനെ രക്ഷിക്കേണ്ട ആവശ്യമില്ല. രക്ഷ ബ്രഹ്മാകാര വൃത്തിയുടെ രക്ഷയാണ് ചെയ്യേണ്ടത്. നിഷ്ക്രിയനായിരിക്കുന്ന നിഷ്ക്രിയ ആത്മസ്വരൂപത്തിന് അവസ്ഥാനം ചിത്തത്തിനാണ് വരേണ്ടത്. അതിന്റെ അനുകൂലമാണ് ത്യാഗം എന്ന് പറയുന്ന അർത്ഥം, അന്യ ആശ്രമങ്ങളില് ആ ആശ്രമത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളെ ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ പ്രത്യവായം പാപം ഉണ്ട്. അതുകൊണ്ട് വിധിയാവണ്ണം അന്യ ആശ്രമങ്ങളെ ത്യാഗം നടത്തുക എന്നുള്ളതാണ് സന്യാസം. ആ സന്യാസം എന്നുള്ളത് നിഷ്ക്രിയനായിരിക്കുന്ന ആത്മരൂപത്തിൽ ചിത്തത്തെ നിലനിർത്തുക എന്നുള്ളതിന് അനുകൂലമാകുന്നു. ഇതാണ് ഈ പറഞ്ഞത്. സന്യാസിനഃ ശരീരധാരണ ഉപയുക്ത കൗപീന ആച്ഛാദന ഭിക്ഷാസനാദി വ്യതിരിക്തേപി കഥഞ്ചിത് ദ്രവ്യ പരിഗ്രഹേ രാഗശ്ചേത് പ്രാപ്നോതി തനിരോധേ യത്നഃ കർത്തവ്യഃ. സന്യാസിനഃ, സന്യാസിക്ക്, സന്യാസി, സന്യാസിനോ, സന്യാസിനഃ, അതിന്റെ ഷഷ്ട്യന്തമാണ് സന്യാസിനഃ തന്നെ വരും. സന്യാസിക്ക് ശരീരധാരണ ഉപയുക്ത, ജീവിച്ചാലല്ലേ അനുസന്ധാനം ചെയ്യാൻ പറ്റും. അതായത് ഒരു പക്ഷിക്ക് ചിറകും അതിന്റെ വാലും മുളച്ചില്ല എങ്കിൽ, തൂവലുകളില്ല എങ്കിൽ അതിന് പറക്കാൻ പറ്റത്തില്ല. ആ സമയം വരെയാണ് നമ്മുടെ ഒരു ആശ്രമത്തിൽ ഇരുന്നിട്ടുള്ള അധ്യാപനം ഇതൊക്കെ ഉള്ളത്. ഈ വിഷയത്തെ ബുദ്ധിയിലേക്ക് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിനുശേഷം എന്താ? വീട് വിട്ടതുപോലെ ആശ്രമം വിട്ട് ഇതിന് അനുസന്ധാനത്തിന് മാത്രം ഇരുന്നാൽ ബ്രഹ്മാകാര വൃത്തിയിലെത്താം എന്ന് കരുതിയിട്ട് ആ സമയത്ത് ശരീരസന്ധാരണത്തിന് ആവശ്യമായിരിക്കുന്ന അന്നം, ഭിക്ഷ വേണ്ടെന്നാണോ? അതും വേണം. ഭിക്ഷയ്ക്ക് എന്ത് ചെയ്യും? അന്യാശ്രമങ്ങളെ സമീപിക്കും. അപ്പൊ അവനോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? തടിമിടുക്കില്ലേ, ജോലി ചെയ്തൂടെ?
പക്ഷേ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്, ജീസസ് ക്രൈസ്റ്റിന്റെ വചനെ, നീ നിന്റെ വിയർപ്പ് കൊണ്ട് ജീവിക്കുക. അത് ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് വിയർപ്പിന്റെ അസുഖമുള്ള ആൾക്കാരാ. അതുകൊണ്ട് അന്യാശ്രമികളുടെ അടുത്ത് ഭിക്ഷ യാചിച്ച് ജീവിച്ചോളും. യാചിക്കാൻ ഒരു മടിയില്ലതാണ്. ചിലർക്ക് യാചന വലിയ മടിയാണ്. മാങ്കന മരണ സമാൻ എന്ന് കേട്ടിട്ടുണ്ടോ? കബീറിന്റെ പങ്ക്തിയാണ്. മാങ്കന മരണ സമാൻ. മാങ്കന യാചിക്കുക എന്നുള്ളത് മരിക്കുന്ന സമാനമാണ്. പക്ഷേ സന്യാസിക്ക് മാത്രമല്ല, ഗൃഹസ്ഥനെ ഒഴിച്ച് ബാക്കി എല്ലാവരും മാങ്കന മാങ്കനായി പടയുക. എന്തുകൊണ്ടാ? ബ്രഹ്മചര്യാവസ്ഥയിൽ എന്താ ചെയ്യുന്നത്? അപ്പോഴും ഗുരുവിനും തനിക്കും വേണ്ടിയുള്ള അന്നം ഭിക്ഷ അയച്ചു കൊണ്ടുവരാണ്. ഭിക്ഷ യാചിക്കാൻ പോകുന്നതിൽ എന്താ പറയാ? വീട്ടിലെത്തിയാല് നാരായണ ഹരി എന്ന് കേൾപ്പിക്കത്തേ ഉള്ളൂ. ഓക്കെ, ഒരിക്കലും ഗൃഹസ്ഥൻ ധർമ്മം അങ്ങോട്ട് വാങ്ങിക്കാനായിട്ട് പോകരുത്. അവന്റെ അധികാര പരിധിയിൽപ്പെട്ടതല്ലത്. ഗൃഹസ്ഥൻ ധനം ഉണ്ടാക്കേണ്ടവനാണ്. മറ്റു ആശ്രമങ്ങളാണ്, 3 ആശ്രമങ്ങളാണ്, 3 ഭിക്ഷായിലാണ് ജീവിതം. അവിടെ യാചനയൊന്നുമില്ല. യാചനയില്ല ജീവിതത്തിൽ. നാമം കേൾപ്പിക്കത്തേ ഉള്ളൂ, തരണേ തരാം. അതിൽ പോലും നിയമങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പഞ്ചാകാരം സപ്താകാരം വാ. വീടുകളിൽ പോകുന്ന 5ഓ 7ഓ വീട്ടിൽ പോയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ല, മുന്നോട്ടേക്കില്ല, അവിടെ തീർന്നു. അന്ന് കിട്ടിയില്ലെങ്കിൽ പോയിട്ട് വെറുതെ ഇരിപ്പാണ്. അടുത്ത ദിവസം കിട്ടുന്നതിൽ കഴിച്ചാൽ മതി. അങ്ങനെയൊക്കെയാണ് വിധാനം. അപ്പോൾ ശരീര സമ്യക് ധാരണം സന്ധാരണം, ശരീരം നിലനിർത്താനുള്ള ശരീരധാരണ ഉപയുക്ത, ശരീരം നിലനിർത്താൻ ഉപകരിക്കുന്ന അന്നം വേണം. കൗപീനം, ആച്ഛാദന, ഭിക്ഷാസനം. അസനം അന്നം, ഭിക്ഷാരൂപ അസനമാണത്. കൗപീനം വേണം. തണുപ്പ് കാലത്താണെങ്കിലോ ആച്ഛാദനം വേണം. അതും കുറയ്ക്കുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും ശരീരത്തെ നിലനിർത്തിയാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ ഞാൻ പ്രാണായാമത്തിൽ നിന്ന് കളയും എന്നൊന്നുമില്ല, നടക്കുന്ന പരിപാടിയല്ല. അപ്പോൾ ഭിക്ഷാസനാദി ഇത്രയും ചെയ്യാം. അത്യാവശ്യത്തിന് ഗീതാകാരൻ പറയുന്നില്ലേ എന്ത്? യോഗക്ഷേമം വഹാമ്യഹം, അപ്രാപ്തസ്യ പ്രാപ്തി യോഗ, പ്രാപ്തസ്യ രക്ഷണം ക്ഷേമ എന്ന് കരുതിയിട്ടേ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങേരെ ഭജിച്ചാൽ ചെയ്യും നല്ലട്ട പറയുന്നത്. അവിടത്തെ ഗ്യാരണ്ടി കാർഡ്, നീ സർവസംഘ പരിത്യാഗിയായിട്ട് ഞാനായിരിക്കുന്ന നിന്നെ അന്വേഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ കൗപീന ആച്ഛാദനാദികൾ ഞാൻ നിലനിർത്താന്നുള്ള. ഇതിൽ നിന്ന് ഭിന്നമായിട്ട് ഭിക്ഷാസനാദി വ്യതിരിക്തേപി, വ്യതിരിക്ത എന്ന് പറഞ്ഞാൽ ഭിന്ന വസ്തു എന്നർത്ഥം. ഇതിൽ നിന്നും കൂടുതലായിട്ട് കഥഞ്ചിത് ദ്രവ്യ പരിഗ്രഹേ രാഗശ്ചിത് പ്രാപ്നോതി, എങ്ങനെയെങ്കിലും ഉള്ള, അതായത് പൂർവ്വവാസന കൊണ്ടോ കുസംഗം കൊണ്ടോ അന്യദ്രവ്യ പരിഗ്രഹം നടത്താൻ, അതായത് ഇനിയും വസ്തുക്കൾ കൂട്ടിവെക്കാനായിട്ട് രാഗശ്ചേത് പ്രാപ്നോതി, രാഗം വരുന്നുണ്ടെങ്കിൽ നിരോധേ യത്ന കർത്തവ്യ, ഇത് നിരോധിക്കാനായിട്ടും യത്നം ചെയ്യണം. അപ്പൊ നിങ്ങൾ ചോദിക്കും ആശ്രമത്തിൽ എന്തിനാണ്? അതായത് ഞാൻ മുമ്പേ പറഞ്ഞു വന്നിട്ടുണ്ട്, ഇത് ഹയർ ലെവലിലേക്ക് കയറി കഴിഞ്ഞു കാര്യം. സർവസംഘ പരിത്യാഗി, അതായത് വേദാന്ത അധ്യയനത്തിലൂടെ ഭാഷകാരൻ പറയും വേദാന്തത്തെ പിഴിഞ്ഞെടുത്ത് മനസ്സിലാക്കിയിട്ട് ഇനി സംശയമില്ലാത്ത രീതിയിൽ, അതായത് സന്യാസിക്ക് പിന്നെയും ഗ്രന്ഥത്തിന്റെ ചുമടുണ്ടാവാൻ പാടില്ല എന്നാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ പലരും ഗ്രന്ഥം പറഞ്ഞു കൊടുക്കാൻ പോലും ആവശ്യമുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കണം. ചാണക്യൻ പറയുന്നുണ്ട് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താ? പഠിപ്പിക്കുക എന്നുള്ളതാ. പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാത്ത പല സംഭവങ്ങളും നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായി മാറും. അപ്പൊ അതൊക്കെ സോൾവ് ചെയ്ത് പോയെങ്കിലേ അത് ശരിക്കും മനസ്സിലാവത്തുള്ളൂ. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ഇരിപ്പിടവും കിടപ്പാടോ ആവശ്യമാണ്. ഇത് പക്ഷെ അതും കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയി നിൽക്കുന്ന അവസ്ഥയാണ് ഈ പറയുന്നത്. ശരിയേ? ഇപ്പം ഗുരുകുലത്ത് പോയി ജ്ഞാനിയായിരിക്കുന്ന ഗുരുവിന്റെ അടുത്ത് തന്നെ സമീപിച്ചെന്ന് കരുതുക. അദ്ദേഹം ഒരിടത്തായിരിക്കത്തില്ലേ? അപ്പൊ അദ്ദേഹത്തിന് അന്നം വേണ്ടേ? വേണം. ആ അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അന്നം, കൗപീനം, ആച്ഛാദനം എന്നതിൽ ഭിന്നമായിട്ടൊന്നുമില്ല. പക്ഷെ അപ്പോൾ പോലും ഒരിടത്തൊരാളിരിക്കുമ്പോൾ ശരിയാണ് അധ്യയനം നടത്താം. ഇനിയുണ്ട്, കുറെ വിധാനമുണ്ട്, ഇവിടെ കുറച്ചല്ലേ ഉള്ളൂ. അതായത് പാഠനങ്ങൾക്കല്ലാതെ സന്യാസി ഒരിടത്ത് താമസിക്കാൻ പാടില്ല. 3 ദിവസം കൊണ്ട് ഒരു ഗ്രാമം കവർ ചെയ്ത് അടുത്ത ഗ്രാമത്തിലേക്ക് പോകണം. ഇതിനൊക്കെ കുറെ വിധാനമുണ്ട്. എന്നപ്പോഴാണ് പറയുന്നത് കൂടുതൽ വസ്തു പരിഗ്രഹം ചെയ്യാനുള്ള ഇച്ഛ വന്നാൽ, രാഗം ഉണ്ടെങ്കിൽ താൻ നിരോധം ചെയ്യാനായിട്ട് യത്നം ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് കൂടുതൽ ഒരു ദ്രവ്യവും പരിപാലനം ചെയ്യരുത്. കാരണം ഇതൊക്കെ പിന്നെ വന്നു ചേർന്ന പരിപാലനത്തിന് ആവശ്യമുണ്ട്, ബുദ്ധി അതിലേക്ക് പോകും. ശരിയാ? അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഗൃഹസ്ഥന സന്യാസം തമ്മിൽ വ്യത്യാസമില്ലാതെ പോകും. അപ്പൊ എന്ത് പറ്റും? കേവല ബ്രഹ്മാകാര വൃത്തിയിൽ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടാണ്.
ഇനി കുറച്ച് ഭാഗം ഭാഷ്യം കണ്ടോ. എന്താ പറഞ്ഞത്? പാലയതി അതഹ ത്യാഗേന ഇതി അയമേവ വേദാർത്ഥ. ഇവിടം വരെ കഴിഞ്ഞു. അപ്പം ത്യക്തേന എന്നുള്ളതിന് ത്യാഗേന എന്ന അർത്ഥം ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്. ഇനി മന്ത്രത്തിൽ എന്തായിരുന്നു പറഞ്ഞത്? ഭുഞ്ജീഥാഹ, ഭുജോ, ഭുജ് ധാതുവാണിത്. ഇവിടെ ശരിക്ക് ഭുജപാലന അവ്യവഹാരയോഹോ എന്നുള്ള രുധാതി ഗണത്തിലുള്ള ധാതുവാണ്. കൗടില്യാർത്ഥത്തിലുള്ളതല്ല, തുതാദി അല്ല, രുധാതി. അവിടെ ഈ ഒരു പ്രസംഗ സംബന്ധിയായിട്ട് പാണിനി പറയുന്നത് ഭുജോ അനവനെ എന്നൊരു സൂത്രമുണ്ട്. ഭുജധാതു അവനെന്ന് പറഞ്ഞാൽ പാലനം, ന അവനം അനവനം എന്ന് പറഞ്ഞാൽ പാലനാർത്ഥത്തിൽ അല്ല എങ്കിൽ ഭുജിതാവിന് എത്ര അർത്ഥം പറഞ്ഞത്? പാലനമുണ്ട്, അവ്യവഹാരം എന്ന് പറഞ്ഞാൽ ഭോഗം എന്നുള്ള അർത്ഥമുണ്ട്, ഭക്ഷണം എന്നുള്ള അർത്ഥത്തിലും വരും. അപ്പം പാലനാർത്ഥമല്ലെങ്കിൽ പിന്നെ ഏതർത്ഥം കിട്ടും? ഭോഗം എന്നർത്ഥം കിട്ടും. ഭോഗം എന്ന അർത്ഥം കിട്ടി. ആ അർത്ഥത്തിൽ വരുമ്പോഴാണ് ശരിക്കും എന്ത് വേണ്ടത്? ആത്മനിപദ പ്രയോഗം നടത്തേണ്ടത്. ഓക്കെ, ആത്മനിപദ പ്രയോഗം നടത്തണമെങ്കിൽ സൂത്രത്തിനനുസരിച്ച് എന്താ വേണ്ടത്? പാലന ഭിന്നാർത്ഥമാണ് വേണ്ടത്, ഭോഗാർത്ഥം എന്നാ കിട്ടുക. അപ്പൊ ഭുഞ്ചിത എന്നുള്ളത് ശരിക്ക് ആത്മനിപദ പ്രയോഗമാണ്. ഓക്കെ, പരസ്യപദ പ്രയോഗമാണെങ്കിൽ ഭുഞ്ച്യാഹ എന്ന് വന്നേനെ, ത്വം ഭുഞ്ച്യാഹ. ഇവിടെ ചെയ്ത വെച്ച് എന്താ? ഭുഞ്ചിതാഹ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വ്യാഖ്യാനം എന്താ പറയേണ്ടത്? പാലയതാഹ എന്ന് പറയാൻ പാടുണ്ടായിരുന്നോ? പാടില്ലായിരുന്നു. ഓക്കെ, ഭോഗാർത്ഥം പിന്നെ എന്തുകൊണ്ട് എങ്ങനെ ചെയ്ത് കളഞ്ഞത്? അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇത് പാണിനീയ സൂത്രത്തിനെയും മറികടന്നു കൊണ്ടുപോയിരിക്കുകയാണ്. ഓക്കെ, അതായത് ഒരു പാണിനീയ സൂത്രം മാത്രമൊന്നല്ല, വ്യാകരണത്തിന്റെ, സംസ്കൃതത്തിന് വ്യാകരണ രൂപത്തിലിരിക്കുന്നത് 9-10 വ്യാകരണ സിസ്റ്റംസ് ഉണ്ടായിരുന്നു. 9 കാളിദാസൻ പറയുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ ഒരു സുഹൃത്ത് സ്വാമി ശാരദാജി പണ്ട് കാശികാഞ്ചി എടുത്ത് പഠിക്കുന്ന സമയം, കാശികാഞ്ചി ഒരു മലയാളിയായിരുന്നു. ഒരു 5-8 വർഷം മുന്നേ ശരീരം വിട്ടു. അതായത് മഹാപണ്ഡിതൻ, അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർക്ക് പേടിയുന്നു. അതായത് ദ്വൈതികളായിട്ട് ഉടക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് അവസാനം ഇറക്കുന്നത്. അങ്ങനെയുള്ള ആള് മലയാളി കാശിയിൽ പണ്ട് പഠിക്കുന്ന സമയത്ത് അങ്ങനെ എഴുതിയ ബുക്ക് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പിന്നെ പഠിക്കാൻ വന്നു. അതായത് അങ്ങനെയുടെ ഇതാണ് അങ്ങനെ എഴുതിയ സാധനം പിന്നെ ബുക്കായി വന്നെന്നാണ് പറഞ്ഞത്. അത്രയും മഹാപണ്ഡിതനാണ്. അപ്പം അങ്ങേരെടുത്ത് ഇദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഈ ന്യായസിദ്ധാന്ത മുക്താവലിയില് ടീക്കയിൽ ഏതൊരു പ്രസംഗം വന്ന സമയത്ത് എന്ന് പറഞ്ഞോടൂ, ശാരദേ ഇനി ആ റോവൻ നിന്ന് 4ാമത്തെ ബുക്ക് എടുത്തേ. ഒരു രസമുള്ള കഥയാട്ടോ അത്. അതിന്റെ 116 ഉദാഹരണം പറയാണ്, 116 പേജ് മറക്കി അതിന്റെ 8ാമത്തെ പങ്ക്തിയിൽ എന്താ എഴുതി വെച്ച്? അതാണ് സൂത്രം ഇവിടെ വേണ്ടത്, ഇത് കാതന്ത്ര വ്യാകരണത്തിലെ സൂത്രമാണ്, ഇത് പാണിനീയ വ്യാകരണത്തിനനുസരിച്ച് വരൂല. അങ്ങനെയും മനുഷ്യന്മാരുണ്ടായിരുന്നു. ഇവിടെ ഒരു പാണിനീയ സൂത്രം പോലും പഠിക്കാൻ നമുക്ക് പാടാണ്. കാതന്ത്ര വ്യാകരണത്തിലാണ്. അങ്ങനെ നമ്മൾ കേൾക്കാത്ത കുറെ വ്യാകരണം ഉണ്ട്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്, ഞങ്ങൾ 32 നമ്പറിൽ ഋഷികേഷ് പഠിക്കുന്ന സമയത്ത് പോലും ഒരു രാമുണ്ട്. അങ്ങനെ ഒരു ദ്വൈതിയാണ്, രാംദാസ് മറ്റും. ഇപ്പോഴുണ്ട് കക്ഷി അവിടെ. കക്ഷി ഇതിന് അവിടെ വ്യാകരണം പഠിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ വേറെ ഏതോ ഒരു സിസ്റ്റത്തിൽ വ്യാകരണം പഠിച്ച ആളാണ്. അങ്ങനെ ചിലർക്ക് ഈ വ്യാകരണം വളരെ ഈസി ആയിരിക്കും, നന്നായിട്ട് കൈകാര്യം ചെയ്യും. അവരോടൊക്കെ കാളിദാസൻ പറഞ്ഞു എന്ന് പറയാറുണ്ട്. അതെയാ? കാളിദാസൻ വ്യാസന്റെ ഒരു തെറ്റ് തിരുത്താൻ പറഞ്ഞു എന്നും, അദ്ദേഹം തനിക്ക് കഴിയില്ല, വ്യാസൻ 9 ഇത് പഠിച്ചതാണെന്നും ഞാൻ 5 പഠിച്ചിട്ടുള്ളൂ എന്നൊക്കെ കാളിദാസൻ പറഞ്ഞു. ചിലർ പറഞ്ഞേക്ക ഈ ഇത് എന്താണ്, കാളിദാസന്റെ പോലും ശ്ലോകങ്ങള് പല സിസ്റ്റത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന, യോഗത്തിനനുസരിച്ച് എഴുതിയിട്ടുണ്ട് വേദവ്യാസൻ. ആനകദുന്ദുഭ്യാന്നേ വേണ്ടു, പക്ഷെ അദ്ദേഹം ആനകദുന്ദുഭിഭ്യാം എന്നാണ് പ്രയോഗം. അതേപോലെ ഈ വ്യാകരണത്തിലെ ഒരു മഹാപണ്ഡിതനായിരുന്നു നാഗേശ ഭട്ട്. നാഗേശ് ഉപാധ്യായ, നാഗേശ ഭട്ടുമാണ്. അങ്ങേരുടെ ഗ്രന്ഥത്തില് അതായത് ഏതാണത്, മഞ്ജുഷയോ ലഘുമഞ്ജുഷയോ മഞ്ജുഷയിലോ മറ്റോ ഒരു പദമുണ്ട്, അമനീയന്തേ എന്ന്. അതിൽ നമ്മുടെ
തമ്പുരാൻ കേരളക്കാരനുണ്ടല്ലോ, ഓക്കെ, അങ്ങേര് അതിൽ എഴുതിച്ചിട്ടുണ്ട് അമനീയന്തി എന്നല്ല അമനീയന്തി എന്നും വരും. കാരണം ഇത് ഇന്ന് ഗണത്തിൽ വരുന്നതാണ്. മനസ്സിലായോ? അതായത് ഓരോ ഗണങ്ങളിൽ ധാതുക്കൾ വരും. അപ്പൊ അതിനെ എങ്ങനെയും ചെയ്യാമെന്ന് നിയമമുണ്ട്. അതായത് ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ഈ നമ്മുടെ ലഘുമഞ്ജുഷ എഴുതിയ ലഘുമഞ്ജുഷയുടെ കർത്താവിനൊക്കെ തട്ടൂന്ന് ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. ഓക്കെ, ഞാനത് 2003 മറ്റിലോ മൂന്നാമില്, കാരണം ഞാൻ കാശിയിലുള്ള സമയത്താണ് ഞാനിത് വായിക്കുന്നത്. ഞാനത് അവിടുത്തെ ആചാര്യനോട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് പക്ഷെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ചെറിയ ചെറിയ ന്യൂസുകളാണ് അങ്ങനെ. അതായത് മലയാളികൾ ചില്ലറക്കാരല്ലെന്ന് പറഞ്ഞത്. അതേപോലെ നിങ്ങളുടെ മീമാംസയിൽ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഒരു പുസ്തകമാണ് മാനമേയോദയം. അത് നമ്മളെ 2 മലയാളികൾ ചേർന്നുണ്ടാക്കിയതാണ്. ഒരാളാരെന്നറിയോ? അങ്ങേരുടെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം ഭക്തിയാണല്ലോ. മേൽപ്പത്തൂർ വിഭക്തി കൊണ്ട് കളിച്ച് മേൽപ്പത്തൂരിന്റെ സാധനമാണിത്. മേൽപ്പത്തൂരും അതേപോലെ നാരായണ ഭട്ടും നാരായണ പണ്ഡിതും. മേൽപ്പത്തൂർ നാരായണ ഭട്ടും ഓക്കെ, ഒരു കോഴിക്കോടുകാരൻ നാരായണ പണ്ഡിതും കൂടി എഴുതിയ ഗ്രന്ഥമാണെന്നാ പറയുന്നത് മാനമേയോദയം. അതിൽ സ്പഷ്ടമാണ് പൂർവ്വമീമാംസ സിദ്ധാന്തത്തില് ഈശ്വര സിദ്ധാന്തം ഇല്ല എന്നുള്ളത്. പക്ഷെ നിങ്ങളെ അർത്ഥസംഗ്രഹം എടുത്താൽ അതിന്റെ ടീക്കയില് സ്ലിപ്പായിട്ടുണ്ട് വിഷയം. ഇങ്ങനെ മാറിപ്പോകാറുണ്ട്. എന്തിന് ഇത്രയും പോകുന്നു? പൂർവ്വമീമാംസയിൽ ഉദ്ദണ്ഡാചാര്യന്മാരായി അതിൽ പെട്ട ഭട്ടിന് പോലും അതിൽ പ്രശ്നമുണ്ടായി. കുമാരിൽ ഭട്ട് പോലും സൈഡ് മാറിയെന്നാണ്. അതെന്താന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് വരുന്ന ശാസ്ത്രങ്ങൾക്കനുസരിച്ച് ഇവർ മെല്ലെ സൈഡ് പിടിക്കാറുണ്ട് കാര്യങ്ങൾ. രക്ഷപ്പെടുത്താൻ വേറെ മാർഗമില്ലെന്ന് വരുന്നേരെ നിങ്ങളൊക്കെ പറഞ്ഞ ഒന്നാണ്. അതുകൊണ്ടാണ് ബൗദ്ധ ദർശനം പിൽക്കാലത്ത് നമ്മുടെ സന്യാസിമാരെന്ന് പറയും എന്ത്, ബൗദ്ധൻ അസത്ത് എന്ന് പറഞ്ഞു, അത് സത്സ്വരു ബ്രഹ്മ, എന്നാ പിന്നെ അസത്ത് എന്ന് പറഞ്ഞിട്ട് ആവശ്യമുണ്ടായിരുന്നു. അല്ല, ശബ്ദം മാറ്റി. പിന്നെ അങ്ങനെയൊന്നല്ല. അങ്ങനെയായിരുന്നെങ്കിൽ, അതായത് ബുദ്ധൻ ഈ സിസ്റ്റത്തെ എതിർത്തുകൊണ്ടാണ് പോകുന്നത്. വൈദിക സിസ്റ്റത്തെ എതിർത്തുകൊണ്ട് പോയ ആൾക്ക് പിന്നെ വൈദികമായിരിക്കുന്ന സത്സ്വരൂപ ബ്രഹ്മത്തെ എവിടെ നിന്ന് അംഗീകരിക്കണം? ഓക്കെ, അതേപോലെ കുറച്ച് ദിവസം മുന്നേ വയനാട് ഒരാൾ സംസാരിച്ചും പറഞ്ഞിട്ട്, ഞാൻ സത്യത്തിൽ ജനിച്ചത് അങ്ങേര് ഹിന്ദു ആയിട്ട്, അങ്ങേര് ഇപ്പോഴും ഹിന്ദു തന്നെയാണ്. പക്ഷെ അങ്ങേർക്ക് ചായ്വ് ബൗദ്ധനോടാണ്. ഒന്നുമില്ല, അത് ചിലർക്കുള്ള ഒരു അസുഖം മാത്രമാണ്. എന്നിട്ട് പറയുന്നത് എന്താണോ, എനിക്ക് ഈ ദേവതാ സിസ്റ്റം ഒന്നും ഇഷ്ടമല്ല. എടാ, നിന്റെ സിസ്റ്റത്തിൽ താരാ ദേവതയില്ലേ? അപ്പൊ നമ്മൾക്ക് അറിയാതെയാണ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പം ഗുഞ്ചീതാഹ പാലയഥാഹ, അങ്ങനെ എന്താ അർത്ഥം പറഞ്ഞോ അത് എടുത്തോളുക. പാലനം നടത്തണം എന്നാ. ആര് പാലനം നടത്തണം? ആത്മാരക്ഷണീയ എന്നാ. ടീക്കെ നോക്കിക്കുക എങ്ങനെയൊക്കെ മാറുന്നുള്ളത്. ഇനി ടീക്ക ഒന്നുകൂടി നോക്കി, ടീക്കയിലേക്ക് പോവാണ്. തസ്യ പ്രധാന വിരോധിത്വാദിത്യ അഭിപ്രേത്യ നിയമവിധിമാഹ. തസ്യ പ്രധാന വിരോധിത്വാത്, തസ്യ എന്നുള്ള പറഞ്ഞതേ മുമ്പ് പറഞ്ഞിരിക്കുന്ന രാഗം ഉണ്ടല്ലോ, ഇതെല്ലാം തന്നെ പ്രധാനത്തിന്റെ വിരോധിയാണ്. പ്രധാനം എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ബ്രഹ്മാകാര വൃത്തി നിലനിർത്തുക എന്നുള്ളതാണ്. ഇതിന്റെ വിരോധി ആയതുകൊണ്ട് വിരോധിത്വാത് ഇത്യഭിപ്രേത്യ നിയമവിധിമാഹ. അതായത് 2 പക്ഷം വരുമ്പോൾ ഒരു പക്ഷത്തെ മാത്രം കൊണ്ടുവരുന്നതിനാണ് നിയമവിധി എന്ന് പറഞ്ഞത്. ഇതിന് നിങ്ങളൊന്ന് ടിപ്പണി 9 ഒന്ന് കണ്ടേക്ക്. നിയമവിധിമാഹ, അതായത് 10ാമത്തെ പേജിലെ ഏറ്റവും താഴെ നിന്ന് 1, 2, 3, 4, 5ാമത്തെ ലൈന് പിടിച്ചോ. നിയമവിധിമിധി, ഇവിടെ അർത്ഥം പറയാണ്, രാഗാഭാവ പക്ഷേ ഏവ പ്രാപ്തസ്യ ഗർഭാഭാവസ്യ നിയാമകം വിധിമിത്യർത്ഥഃ. രാഗമില്ലാതിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ആകാംക്ഷയില്ല. ഗർഭ എന്ന് പറഞ്ഞ ആകാംക്ഷ എന്നാ. രാഗം ഉണ്ടാകുമ്പോഴാണല്ലോ വിഷയത്തോടുള്ള ആകാംക്ഷയുള്ളത്. അപ്പൊ രാഗമില്ലെങ്കിൽ ഗർഭവുമില്ല. അപ്പം നിയാമകം എന്ന് നിയമവിധി എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഇനി നിയമവിധി എന്തുകൊണ്ട് വന്നുള്ളത് അടുത്ത ടീക്ക കണ്ടിട്ട് വിശദീകരിച്ചു തരാം. ടിപ്പണി കണ്ടിട്ട് വിശദീകരിച്ചു തരാം. തദുക്തം, ഇനി അണ്ടർലൈൻ ചെയ്തു ബാക്കി എന്താന്നുള്ളത്. വിധിരത്യന്തം അപ്രാപ്തോ നിയമ പാക്ഷികേ സതി തത്ര ചാന്യത്ര ച പ്രാപ്തോ പരിസംഖ്യേതി ഗീയത. ഗീയത്തെ എന്നാണ് ഏകാർ ലോപിച്ചു ഇത് പരത്തിലുള്ളതുകൊണ്ട്, ഈ പരത്തിലുള്ളതുകൊണ്ട്. തദുക്തം, ഇപ്രകാരം ഇതിനെ പറയപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവിടെ ഇപ്പൊ 3 വിധി എടുത്ത് കാണിക്കുകയാണ് നിങ്ങൾക്ക്. വിധി, ഇതിനർത്ഥം അപൂർവ വിധി അർത്ഥം ചെയ്യും. അതിവിടെ ഇല്ല സാധനം. അപൂർവ വിധി, നിയമവിധി, പരിസംഖ്യാവിധി എന്നാണ് 3 വിധികൾ വരുന്നത്. അത്യന്തം അപ്രാപ്തമാണെങ്കിൽ അവിടെയുള്ള വിധിയെ നമ്മൾ അപൂർവ വിധി എന്ന് പറയും. അഗ്നിഹോത്രം ജുഹിയാദ്, ഇത് ലോകത്ത് പ്രസിദ്ധമല്ല. അതുകൊണ്ട് ഇവിടെ കാണുന്ന വിധി എന്നുള്ളത്
അത്യന്ത അപ്രാപ്തമായിരിക്കുന്ന വസ്തുവിനെ വിധിക്കുന്നതുകൊണ്ട് ഇതിനെന്ത് പറയും? അപൂർവ വിധി. ഇവിടെ പങ്ക്തിയുണ്ട് അപൂർവെന്ന് ഇല്ല. അതുകൊണ്ട് വിധി എന്നുള്ളത് കൂട്ടിച്ചേർക്ക്, അപൂർവ വിധി എന്ന് കൂട്ടിച്ചേർക്കുക. വിധിരത്യന്തം അപ്രാപ്തോ കോമ നിയമ പാക്ഷികേ സതി. രണ്ട് പക്ഷം പ്രാപ്തമാണ്. നിങ്ങളുടെ അർത്ഥസംഗ്രഹത്തിലോ അല്ലെങ്കിൽ കൃഷ്ണയജ്ഞന്റെയോ രണ്ട് ഗ്രന്ഥം വരും അതിൽ. നിങ്ങൾക്ക് ഇപ്പൊ ഒന്നേ എടുക്കത്തുള്ളൂ ഞാൻ. ठीक है, അതിൽ ഒരു ഭാഗത്ത് ഇതിനെപ്പറ്റി പറയും. നഖവിതരണം കൊണ്ടോ, അതായത് നിങ്ങൾ വ്രീഹിയുടെ നെല്ലിന്റെ ഉമികളയ എന്നുള്ളത് നുള്ളിക്കളയോ അല്ലെങ്കിൽ അതിനെ ഇടിച്ച് ഉമികളയോ ചെയ്യാം. ഇതിൽ ഏതിനെടുക്കും? രണ്ടു പക്ഷവും പ്രാപ്തമാണ്. അപ്പം ഇതിൽ എന്തുമാത്രം ഇടിച്ച് അതിന്റെ ഉമി കളയണം എന്നുള്ള പക്ഷം മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നിയമം ചെയ്യുക. ഇവിടെ രണ്ടു പക്ഷം പ്രാപ്തമായാൽ ഇതിനെ പിന്നെ പല സ്ഥലത്തും കാണാം. ഞാൻ ഉദാഹരണം പറയാണ്. അപ്പയ്യ ദീക്ഷിതരുടെ സിദ്ധാന്തലേശ സംഗ്രഹത്തില് ശ്രവണത്തിൽ വിധി പറയുന്ന സമയത്ത് ഏത് വിധിയാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞാല് നിയമവിധി എന്നുള്ള പ്രസംഗം കൊണ്ടുവരും. അവിടെ എന്തിനാ നിയമം? രണ്ടു പക്ഷം പ്രാപ്തമായതിൽ ഒരു പക്ഷത്തെ ഒഴിവാക്കിയിട്ട് മറുപക്ഷം മാത്രം ഗ്രഹിക്കണമെങ്കിലാണ് നിയമവിധി എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാ ഇവിടെ നിയമവിധി വരുന്നത്? കാരണം പറയാണ്, ചിലര് പറയും നിനക്ക് ബ്രഹ്മജ്ഞാനം തരാം. എങ്ങനെ? യോഗാഭ്യാസം നടത്തിയാൽ മതി. ठीक है, കാലെടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ കുണ്ടലിന് കയറി തലയോട്ടിയിലെത്തി നീ ബ്രഹ്മസ്വരൂപമാവും മോനെ എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള വട്ടം പരിപാടിയിലേക്ക് കയറി പോകരുത്, വേദാന്ത ശ്രവണം മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നതുകൊണ്ട് മറ്റു പക്ഷങ്ങളെ ത്യജിച്ചിട്ട് വേദാന്ത ശ്രവണം മാത്രം ചെയ്യണം എന്നുള്ള പക്ഷം കൊണ്ടുവരുന്നത് കൊണ്ട് ഇതിന് നിയമവിധി എന്ന് പറയും. ഞാൻ എഴുതി വെച്ചല്ല, ഇത് ശാസ്ത്രത്തിന്റെ രീതിയാണ്. ठीक है, അതൊന്ന് സ്പഷ്ടീകരിച്ചു എന്നേ ഉള്ളൂ അപ്പയ്യ ദീക്ഷിതർ. പിന്നെന്താണത്? പരിസംഖ്യ. പരിസംഖ്യ എന്ന് പറയാൻ നിഷേധം എന്ന അർത്ഥം കിട്ടുക. ठीक है, പരിസംഖ്യാവിധി എന്ന് പറയും. അത് കാണാം നിങ്ങൾക്ക്. പഞ്ച നഖാഭക്ഷ്യ, 5 നഖമുള്ള 5 ജീവികളെ കഴിക്കാം എന്നാണെങ്കിലോ അല്ലതാനും. അങ്ങനെയാ പോവുക. പങ്ക്തികളത് അത് സമർത്ഥിക്കുന്നത് രാഘവ, രഘുവിന്റെ പുത്രനെ, രഘുവിന്റെ വംശത്തിലുള്ള രാഘവനോട് പറയാണ്, അല്ലയോ രാഘവ, വന്യജീവികളൊന്നും കഴിക്കാൻ പാടില്ല. കഴിക്കുന്നുണ്ടെങ്കിൽ 5 നഖങ്ങളുള്ള 5 ജീവികളെ കഴിക്കാം. അതിൽ ഉടുമ്പ്, മുയൽ ഇതൊക്കെ പെടുവേ. അപ്പം വിചിന്തനം നടത്തും. അങ്ങനെ ഒരു വിധി ഉണ്ടോ? മുന്നോട്ട് പറയും അല്ല. രാഗമുണ്ടെങ്കിൽ മറ്റുള്ള ജീവികൾ ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് വന്നെങ്കിലും എവിടെയും ഈ ഭക്ഷണത്തിന് വിധാനം ചെയ്യാൻ വേണ്ടി അല്ല ഇത് പരിസംഖ്യയാണ്, നിഷേധാർത്ഥത്തിലാണ് വന്നിരിക്കുന്നത് നിശ്ചയിക്കും. ഇപ്രകാരം എന്തുണ്ട്? 3 വിധത്തിൽ വിധിയുണ്ട്. ഇതിൽ ഇനി നിങ്ങൾ ടീക്കയിലെ 3-ാം പങ്ക്തി കാണുക. സസ്യ പ്രധാന വിരോധിത്വാ, അതായത് രാഗമുണ്ടാവുമ്പോൾ അന്യ ദ്രവ്യങ്ങളെ പരിഗ്രഹിക്കുക എന്നുള്ളത് പ്രധാനമായിരിക്കുന്ന ബ്രഹ്മാകാര വൃത്തിക്ക് വിരോധിയായതുകൊണ്ട് ബ്രഹ്മാകാര വൃത്തിയിൽ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും അന്യദ്രവ്യ പരിഗ്രഹം ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ എന്ന് നിയമം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാലയേഥാഹ എന്ന് നിയമനം പറയുന്നത്. ഇനി ഇതിന്റെ ബാക്കി ഭാഗം ഭാഷ്യം കാണാം. നിയമവിധി അല്ലെ. അപ്പം പാലേഥായിട്ടല്ല, സന്യാസത്വത്തിന് വിധിക്കുകയാണ്. അതെവിടെയാ? മന്ത്രം എവിടെയാ? മാ ഗൃഹ കസ്യസിദ്ധനായിട്ടാണ് ബന്ധപ്പെടുത്തേണ്ടത്. പുഞ്ചിതമായിട്ട് ഇതിന് ബന്ധമില്ല. അതായത് സന്യസിച്ചിട്ടും ബ്രഹ്മാകാര വൃത്തിക്ക് വിഘാതമായിരിക്കുന്ന ദ്രവ്യപരിഗ്രഹം നേരിടുകയാണെങ്കിൽ ഒരിക്കലും അത്തരം ദ്രവ്യപരിഗ്രഹം നടത്തരുത്. ഇത് ബ്രഹ്മാകാര വൃത്തിക്ക് വിഘാതമാണ് എന്നുള്ളതിനാൽ തീർച്ചയായിട്ടും എന്ത് വേണം? ദ്രവ്യ പരിഗ്രഹ അഭാവാത്മകമായിരിക്കുന്ന സന്യാസത്തെ പരിപാലനം ചെയ്തു കൊള്ളണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനെയാണ് ഇനി ഭാഷ്യത്തിലൂടെ കാണുന്നത്. ഇപ്രകാരം त्यक्तेषणस्त्वं मा गृध त्यक्तेषणः त्यक्ताः एषणाः येन सह त्यक्तेषणः त्वं. ഏഷണകൾ ത്യാഗം ചെയ്യപ്പെട്ടിരിക്കുന്നത് യാതൊരാളാണോ ആ ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? त्यक्तेषणः. അത് ആരാവിടെ? ത്വം, നീ എന്ന് പറഞ്ഞ് പറയുകയാണ്. അതായത് ശിഷ്യൻ മുന്നിൽ ഗുരു പറഞ്ഞു മനസ്സിലാക്കിക്കുന്നത് കൊണ്ട് ത്വം ചേർത്തു. ഇങ്ങനെ
ഏഷണാത്രേ പരിത്യാഗം ചെയ്തിരിക്കുന്ന നീ ഇനിയും ഒരു ദ്രവ്യപരിഗ്രഹത്തിന്റെ അവസരം വന്നാൽ ചെയ്തേക്കരുത്. മാ ഗൃഹ. ഗൃഹ എന്ന് പറയുന്ന അർത്ഥം പറയാണ് ഗൃഹിം. എന്താ അർത്ഥം? ആകാംക്ഷാം. മാ കാർഷീർ. മാ കാർഷീഹി. ഗൃഹി അർത്ഥം പറയാണ് അഭികാംക്ഷ. അഭികാംക്ഷ എന്ന് പറയുന്ന വിഷയത്തോടുള്ള താല്പര്യം അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഏതിനെ വിഷയീകരിക്കുന്ന ഗൃഹിയാണിത്? പറയാണ് ധനവിഷയാം. ധനത്തെ വിഷയീകരിക്കുന്ന ആകാംക്ഷ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ധനം ഉദ്ദേശിച്ചത് കേവലം എന്താണ് റുപ്പീസ് എന്നുള്ള അർത്ഥത്തിലല്ല, ബാക്കി എല്ലാ രീതിയിലും ദ്രവ്യവും വരും. ഇനി നമ്മൾക്ക് എന്താ ഉള്ളത്? കസ്യ സ്വിത് ധനം. മന്ത്രത്തിൽ കാണായിരുന്നു മാ കാക്ഷേ കസ്യ സ്വിത് ധനം. ആരുടെയും ധനത്തെ ആരുടെയും ധനത്തിൽ ആകാംക്ഷ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ആരുടെയും എന്നുള്ളതിന് എന്തർത്ഥം കിട്ടും? പറയാണ് കസ്യചിത്ത്. എങ്ങനെ പറയാം? പരസ്യ സ്വസ്യവാ. പരന്റെ ധനത്തിലും ആകാംക്ഷ ഉണ്ടാവാൻ പാടില്ല, തന്റെ ധനത്തിലും. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞില്ലേ തനിക്ക് ധനമില്ലെന്ന്, പിന്നെ എങ്ങനെയാണ് തന്റെ ധനം എന്ന് വന്നേ? ഇതിന് രണ്ടായിട്ട് കാണാം. തന്റെ പൂർവാശ്രമത്തിലെ ധനം, അല്ലെങ്കിൽ താൻ ഇരിക്കുന്ന ആശ്രമം തന്റെ ധനമായിട്ടും കാണണ്ട. ഇത് ആരുടേതുമല്ല, തനിക്ക് ജീവിക്കാനുള്ള ഒരിടം മാത്രമാണ്. അതിൽ ആകാംക്ഷ ഉണ്ടാവാൻ പാടില്ല. ഇത്യർത്ഥ. ഇനി നിങ്ങൾ ടീക്ക നോക്ക്. സ്വിത്, അതായത് കസ്യ സ്വിത് എന്നുള്ള പദത്തിൽ സ്വിത് എന്നുള്ളത് നിപാത ശബ്ദമാണ്. നിപാതം ഉദ്ദേശിച്ചത് പ്രകൃതി പ്രത്യയങ്ങൾ കൂട്ടിച്ചേരാതെ തന്നെ പദം വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ നിപാത ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. നിപാതങ്ങളാണ്. സ്വിദിതി നിപാതസ്യ സാമാന്യാർത്ഥത്വേപി കസ്യ സ്വിദിതി വിതർക്കാർത്ഥത്വം അന്യത്ര പ്രസിദ്ധം തദിഹ ന ഗൃഹ്യത്തെ ഇതി അനർത്ഥകമിത്യുക്തം. അതായത് ഭാഷ്യത്തിലെ സ്വിദിതി അനർത്ഥകോ നിപാതഹ എന്ന് പറയും. അതിനെക്കുറിച്ച് ആദ്യം ഭൂമിക അവതരിപ്പിക്കുകയാണ്. സ്വിത്, കസ്യ സ്വിത് എന്നുള്ള സ്ഥലത്ത്, ആരുടെയും എന്നുള്ള സ്ഥലത്ത് സ്വിത് എന്നുള്ള നിപാതത്തിന് സാമാന്യാർത്ഥത്വേപി. എന്താണ് ഈ സാമാന്യാർത്ഥം? ഇതിന്റെ ടിപ്പണി നോക്കിപ്പോൾ 11, 12 ഒക്കെ നോക്കിക്കോ. സാമാന്യാർത്ഥത്വേപി അർത്ഥം പറയാൻ ടിപ്പണിയില് കസ്യചിത് ഇത്യത്രത്യ ചിദർത്ഥകത്വേപി ഇത്യർത്ഥഃ. അതായത് കസ്യചിത് എന്നുള്ളതിന് കസ്യചിത് എന്ന് സാമാന്യാർത്ഥം പറയാൻ പറ്റുന്നതാണ്. സാമാന്യാർത്ഥത്വേപി കസ്യചിതി വിതർക്കാർത്ഥത്വം അന്യത്ര പ്രസിദ്ധം. ഇവിടെ കസ്യചിത് എന്നുള്ളതിന് വിതർക്കാർത്ഥം അന്യത്ര പ്രസിദ്ധമാണ്. എന്താണ് ഈ വിതർക്കാർത്ഥം? ടിപ്പണി നോക്കിയോ. വിതർക്കാർത്ഥത്വം ഇത് 12 നമ്പർ ടിപ്പണി, താഴെ 2ാമത്തെ ലൈന്. തഥാച മേദിനി എന്നുള്ള ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെ അർത്ഥം? സ്വിത് പ്രശ്നേച്ച വിതർക്കേച്ച തഥൈവ പാദപൂരണേ. സ്വിത് എന്നുള്ളത് 3 അർത്ഥത്തിൽ വരാം. ചോദ്യാർത്ഥത്തിൽ വരാം, പ്രശ്നനിറ ചോദ്യം. വിതർക്കാർത്ഥത്തിൽ വരാം. വിതർക്കം എന്ന് ഉദ്ദേശിച്ചത് സന്ദേഹപൂർവമായിരിക്കുന്ന വിമർശമാണ്. ഇത് ആരുടേതാണാവൂ എന്ന് വരില്ലേ, ഇതിനെയാണ് വിതർക്കം എന്ന് പറയുന്നത്. അല്ലെങ്കിലോ ഒരു ശ്ലോകത്തിന്റെ പാദപൂരണം നടത്താൻ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അതിന് പ്രത്യേകിച്ച് അർത്ഥം ഉണ്ടാകത്തില്ല. ഇങ്ങനെ 3 അർത്ഥത്തിൽ വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ടീക്കയിൽ കാണുന്നത് വിതർക്കാർത്ഥത്വം അന്യത്ര പ്രസിദ്ധം. മറ്റിടങ്ങളിൽ സ്വിത് എന്നുള്ളതിന് വിതർക്കാർത്ഥം പ്രസിദ്ധമാണ്. ഇതിന്റെ ടിപ്പണി 13 നോക്ക്. അന്യത്രേതി യഥാ കസ്യചിത് അയം അശ്വഹ സ്യാദിത്യമാതു. ആരുടേതാണാവോ ഈ കുതിര എന്നുള്ള സ്ഥലത്ത് സന്ദേഹപൂർവക വിമർശാർത്ഥത്വം പ്രസിദ്ധം. ഏതിന്റെ അർത്ഥമാണ് സന്ദേഹപൂർവക വിമർശാർത്ഥത്വം എന്നുള്ളത്? സന്ദേഹത്തോടു കൂടിയുള്ള വിമർശം എന്ന അർത്ഥമുണ്ട്. ഏതിനാണ് ഈ അർത്ഥം പറയുന്നത്? സ്വിത് എന്നുള്ളതിന് 3 അർത്ഥം ചെയ്തു. പ്രശ്നാർത്ഥത്തിലും വിതർക്കാർത്ഥത്തിലും പാദപൂർണാർത്ഥത്തിലും. എന്നിട്ട് പറയാണ് ടീക്കയില് വിതർക്കാർത്ഥത്വം അന്യത്ര പ്രസിദ്ധം. വിതർക്കം എന്നുള്ള അർത്ഥം മറ്റിടത്ത് പ്രസിദ്ധമാണ്. അത് പറയുമ്പോഴാണ് ടിപ്പണിയിൽ പിന്നെ വരുന്നത് കസ്യചിതായ അശ്വഹ. ആരുടേതാണാവോ ഈ അശ്വം, ഈ കുതിര എന്നുള്ള സ്ഥലത്ത് സന്ദേഹപൂർവ്വ വിതർക്കാർത്ഥത്വം ഉണ്ട്. അതിപ്പോ സന്ദേഹപൂർവ്വ വിതർക്കാർത്ഥം ആരുടേതായിരിക്കും? ഈ ഒരു അർത്ഥം ആരുടേതാ? വിതർക്കം എന്നുള്ളതിന്റെ അർത്ഥമാണ് കുഞ്ഞുങ്ങളെ പറയുന്നത്. സ്വിത് എന്നുള്ളതിന് വിതർക്കം എന്നൊരു അർത്ഥമുണ്ട്. ഈ വിതർക്കാർത്ഥത്വം മറ്റൊരിടത്ത് പ്രസിദ്ധമാണ് എന്ന് പറഞ്ഞ് ഡീറ്റെയിൽ തന്നിരിക്കുകയാണ്. ഈ കുതിര ആരുടേതാണാവോ? ഇതിന്റെ അണ്ടർലൈൻ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വിതർക്കത്തിന്റെ അർത്ഥമാണിത്. സന്ദേഹപൂർവകമായിരിക്കുന്ന വിമർശം.
പരിചിന്തനമാണ്. സന്ദേഹത്തോടു കൂടിയുള്ള ഇത് ആരുടേതാണ്, സന്ദേഹത്തിന് ശേഷം ഇത് ആരുടേതാവാം എന്ന് ചോദിക്കത്തില്ലേ. ഇതാണ് വിമർശം. വിതർക്കം എന്നുള്ളത്. വിമർശന വിതർക്കം. വിതർക്കാർത്ഥത്വം മിനിറ്റേക്ക് വയ്ക്കൂ. അന്യത്ര പ്രസിദ്ധം, അന്യത്ര പ്രസിദ്ധമാണ്. തദിഹ ന ഗൃഹ്യത്തെ, അതിവിടെ ഗ്രഹിക്കേണ്ട. എവിടെ? മാ ഗൃഹ കസ്യസ്വിത് ധനം എന്നുള്ള സ്ഥലത്ത് സ്വിത് എന്നുള്ളതിന് വിതർക്കാർത്ഥം ഉണ്ട്, അത് ഇവിടെ ഗ്രഹിക്കേണ്ട എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. എങ്ങനെ? ഇത് അനർത്ഥകം ഇത്യുക്തം. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ അനർത്ഥകമാണ് ഈ നിപാതം എന്ന് പറയുന്നത്. ഭാഷ്യം നോക്കി, 3-ാം പങ്ക്തി. സ്വിത് ഇതി അനർത്ഥകോ നിപാതഃ. കസ്യ സ്വിത് എന്നുള്ള സ്ഥലത്ത് സ്വിത് എന്നുള്ളത് പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത നിപാത ശബ്ദമാകുന്നു. അപ്പൊ അർത്ഥം വേണം നിർബന്ധമൊന്നുമില്ല. ഇപ്പം സ്വാഹ എന്ന് പറയാൻ പ്രത്യേകിച്ച് അർത്ഥമുണ്ടോ? ഇനി എന്താ ഭാഷ്യത്തിൽ കാണുന്നത്? അഥവാ മാ ഗൃധ. ഇനി വേറൊരു അർത്ഥം ചെയ്യാം. ഒരർത്ഥം എന്താ ചെയ്തത്? ധനവിഷയമായിരിക്കുന്ന ആകാംക്ഷ ചെയ്യാൻ പാടില്ല, അല്ലേ? അവിടെ തീർന്നു. അല്ലെങ്കിൽ എന്ത് പറയാം? മാ ഗൃധ, ഗൃധ ചെയ്യാതെ എന്ന് പറഞ്ഞാല് ഒന്നിനെയും അഭിലഷിക്കാതെ. അവിടെ ചോദിക്കണം കസ്മാത്, എന്തുകൊണ്ടാ അഭിലഷിക്കാൻ പാടില്ല എന്നുള്ളത്. ഇവിടെ നിങ്ങൾ മുഖ്യ സിദ്ധാന്തം എടുത്ത് വരാൻ പോവാണേ. നോക്കിയോ, കസ്യസിദ് ധനം ഇതി ആക്ഷേപാർത്ഥോ. കസ്യസിദ് ധനം എന്ന് ആക്ഷേപം ചെയ്തിരിക്കുകയെന്നു അല്ലേ? ആരെ? ധനം ആരുടേതാണെന്നാണ് ചോദ്യം. എന്നാ കസ്യജിത് ധനം അസ്തി യത് ഗൃഹ്യത. ധനം എന്നുള്ളൊരു വാസ്തവ വസ്തു ആരുടേതായിട്ടും ഇല്ല നിനക്ക് ഇവിടെ ആഗ്രഹിക്കാനായിട്ട്. അല്ല, ഇക്കാണും ധനമോ? മോനെ, ഈ ജഗത്ത് മൊത്തം മിഥ്യയാവുമ്പോൾ ഈ ധനം മാത്രമായിട്ട് എവിടുന്ന് മാറിയേക്കും? തന്റെ അതായത് ഞാനിക്ക് തന്റെ ശരീരം രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ആഗ്രഹമുണ്ടോ? ഇല്ല. അന്നം കിട്ടാത്തത് കൊണ്ട് നിലവിളി ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ശരീരത്തിൽ താതാത്മ്യ അധ്യാസം ഇല്ലാത്ത. മറ്റൊരാൾക്ക് വിശന്നാൽ തനിക്ക് വിശപ്പ് അനുഭവപ്പെടാത്തത് പോലെ തന്റെ ശരീരത്തിൽ അധ്യാസം നേരിടാൻ തനിക്ക് വിശക്കുമ്പോൾ പോലും കേവല ബ്രഹ്മാകാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തനിക്കല്ല ഇത് വിശക്കുന്നത്, ശരീരത്തിന്റെ പ്രാണന്റെ ധർമ്മമാണ് എന്ന് തിരിച്ചറിവുണ്ടാവും. എന്ന് കരുതിയിട്ട് ഭിക്ഷയ്ക്ക് പോകാതിരിക്കുകയോ, രണ്ടും കൂടി മേളനം നടത്തണം. അവിടെ ഭിക്ഷയ്ക്ക് പോകും. എന്തുകൊണ്ടാ? ബാധ്യതാനുവൃത്തി നേരിട്ട് കഴിഞ്ഞാൽ ഏത് പടച്ചവനും ഭിക്ഷയ്ക്ക് പോകും. ബാധ്യതാനുവൃത്തിയാണിത്. അറിയാം തൻ്റെതല്ല, പ്രാണന്റെ ധർമ്മമാണ്. അശനാപിപാസേ, വിശപ്പ് ദാഹം പ്രാണന്റെ ധർമ്മമാണ്. ആ പ്രാണൻ എവിടെയാ ഇരിക്കുന്നത്? ലിംഗശരീരത്തിൽ. ആ ലിംഗശരീരമായിട്ട് ചേതന സംബന്ധമുള്ളത് കൊണ്ട് ലിംഗശരീരത്തിൽ സംബന്ധിച്ച് വരുന്ന പ്രാണന്റെ ധർമ്മങ്ങൾ എങ്ങോട്ട് പോകും? മനസ്സിലേക്ക് പോകും. മനസ്സിലാണ് വൃത്തി ഉത്പന്നമാവുന്നത്. അതാണ് പ്രശ്നം. നേരിട്ട് ജീവനിലേക്കല്ലത്. പ്രാണനാണ് വിശപ്പും ദാഹം വരുന്നതെങ്കിലും അത് വൃത്തിയാത്മകമായിട്ട് മാറുന്ന അന്ധകരണത്തിലാണ്. അല്ലാണ്ട് പ്രാണന് പ്രത്യേകിച്ച് വൃത്തിയൊന്നുമില്ല. പ്രാണനാണ് കിട്ടേണ്ടത് എന്ത്? അന്നത്തെയും പാനത്തെയും. എങ്കിലേ പ്രാണൻ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾക്ക് ചാന്തോക്യത്തിൽ അതിന്റെ ഉദാഹരണമൊക്കെ കാണാം. ഓക്കെ, കഴിക്കുന്ന അന്നത്തിന്റെ സൂക്ഷ്മഭാവമാണ് മനസ്സ്, കഴിക്കുന്ന ജലത്തിന്റെ സൂക്ഷ്മഭാവമാണ് പ്രാണൻ എന്നൊക്കെ നിരൂപണം നടത്തും. അപ്പോൾ ഈ വികാരങ്ങൾ മനസ്സിലേക്ക് വന്നു കയറിയാൽ താതാത്മ്യ അധ്യാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. ബാധിതാനുവൃത്തി മാനിക്കുന്നത് കൊണ്ട് ചിത്തവൃത്തികൾ ചേതനിലേക്ക് പരാവൃത്തി നടക്കുന്നത് കൊണ്ട് ജ്ഞാനിക്ക് ബുഭുക്ഷ പിപാസ അനുഭവപ്പെട്ടേ പറ്റുള്ളൂ. ഇനി പെടുന്നില്ല എങ്കിൽ എന്തോ തകരാറുണ്ട് ജ്ഞാനി എന്ന് മനസ്സിലാക്കുക. നമ്മളെ മുന്നിൽ ആളാവാനുള്ള പരിശ്രമമല്ല ജ്ഞാനിക്കുള്ളത്. ജ്ഞാനി മിണ്ടാതെ സൈഡ് പിടിച്ചു പോകും. ആരെ മുന്നിലാണ്? തന്നിൽ ഭിന്നമായിട്ടൊരു വ്യക്തി ഇല്ലെങ്കിൽ ആരോടാണ് തന്റെ കഥ അവതരിപ്പിക്കേണ്ടത്? ഗതികൾ. അപ്പം കസ്യസിദ്ധാനമിത്തി ആക്ഷേപാർത്ഥോ എന്ന് പറയുന്ന അർത്ഥം ന കസ്യചിത്ത്. കസ്യശുദ്ധിനെ അർത്ഥം ചെയ്തത് കസ്യചിത് എന്നാക്കി മാറ്റി. ധനമസ്തി, ആർക്കും ധനമില്ല. ഏത് ഗൃഹ്യത എന്ന് പറഞ്ഞാല് അയ്യോ ധനം നഷ്ടപ്പെട്ടു എന്നല്ല. വാസ്തവമായിട്ടൊരു ധനം നിലനിൽക്കുന്നില്ല. ഏതൊരു ധനത്തെ നിനക്ക് അഭികാംക്ഷ ചെയ്യാൻ പറ്റുമായിരുന്നുവോ? ഇനി ടീക്കയിലേക്ക് വന്നോ. വ്യവഹാര ദൃഷ്ടിയ ആപി ആത്മന ഏവേദം സർവം ശേഷഭൂതം. വ്യവഹാര ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാല് വ്യവഹാര ദൃഷ്ടിയാപി ആത്മന ഷഷ്ട്യന്തമാണ്. ആത്മാവിൻ്റെതാണ് ഇതം സർവം. ആത്മാവിന്റെ സംബന്ധി ആയതുകൊണ്ട് ശേഷഭൂതം എന്ന് പറഞ്ഞു. ശരിക്കും അങ്ങനെയാണോ? നമുക്കിത് ഭാഷ്യത്തിൽ ഇനി ബാക്കി കാണാം. ജഡസ്യ ചിത് പരതന്ത്രത്വാത്. ജഡം ചിത്തായിരിക്കുന്ന പരന്റെ അധീനത്തിലിരിക്കത്തുള്ളൂ. ചിത്താരുടെ അധീനത്തിലിരിക്കും? ചിത്ത് സ്വതന്ത്രമാണ്. ജഡ സ്വതന്ത്രമല്ലേ? അല്ല, ജഡം പരതന്ത്രമാണ്. ജഡം ചേതനാധിഷ്ഠിതമായിട്ട് ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റി? പരതന്ത്രമായിരിക്കുന്ന വസ്തുവിന് സത്തയുണ്ടോ? ഇല്ല. രണ്ട് രീതിയിൽ.
കാര്യമായതുകൊണ്ട് കാരണത്തിൽ അധിഷ്ഠിതമായിരിക്കും. കാരണത്തിനെ സത്ത ഉണ്ടാകത്തുള്ളൂ, കാര്യത്തിന് സത്തയില്ല. ഒന്ന്. രണ്ടാമത്തത് അധ്യസ്ഥമായതുകൊണ്ട് അധിഷ്ഠാനത്തിൽ ഇരിക്കത്തുള്ളൂ. ആ അധ്യസ്ഥ വസ്തുവിന്റെ സത്ത അധിഷ്ഠാനമാണ്, അധ്യസ്ഥ സത്ത ഉണ്ടാകത്തില്ല. രണ്ട് രീതിയിലാണെങ്കിലും എന്തില്ല, ഈ വസ്തുവിന് അസ്തിത്വമില്ല. അതുകൊണ്ട് എന്ത് പറ്റി? അപ്രാപ്തേ വിഷയ ആകാംക്ഷ കർത്തവ്യ തന്ത്രത്വം. അതോ അപ്രാപ്ത വിഷയ, പ്രാപ്തമാവാത്ത വസ്തുവിൽ ആകാംക്ഷ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? നിനക്ക് പ്രാപിക്കാനായിട്ടൊരു വസ്തുവില്ല. ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായിട്ട് വസ്തു ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ പ്രാപിക്കാനായിട്ട് ഇച്ഛിക്കാമായിരുന്നു. ബ്രഹ്മത്തിൽ നിന്ന് വിലക്ഷണമായിട്ട് വസ്തു ഇല്ലെന്നിരിക്കെ അപ്രാപ്തമായ ഒരു വസ്തുവിനെ കിട്ടാൻ വേണ്ടിയുള്ള ആകാംക്ഷ നീ നടത്തേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അപ്പൊ നിങ്ങളുടെ മുഖ്യ സിദ്ധാന്തമാണ് ഇവിടെ പറഞ്ഞത്. പരമാർത്ഥതസ്തു ആത്മൈവ സർവം. ഇനി അടുത്ത സ്റ്റെപ്പ് വെക്കുകയാണ്. ആദ്യം എന്താ പറഞ്ഞത്? ആത്മാവിന്റെ എന്നാ പറഞ്ഞത്. ഇനി എന്താ പറയുന്നത്? ആത്മാവാണ് സർവം എന്നാക്കി കളഞ്ഞു. പരമാർത്ഥതസ്തു, വാസ്തവത്തിൽ നോക്കിയാല് ആത്മൈവ ഇതം സർവം, ഈ കാണുന്നതെല്ലാം ആത്മാവാണ്. ആണോ? അതെന്തുകൊണ്ടാ? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് കാരണത്തിൽ നിന്ന് സത്ത ഇല്ല, ഭിന്നമായ സത്ത ഇല്ലെന്നോ, അധ്യസ്ഥങ്ങൾക്ക് അധിഷ്ഠാനത്തിൽ ഭിന്നമായ സത്തയില്ലെന്നോ വരുമ്പോൾ ഈ കാണുന്ന വസ്തുക്കളെല്ലാം തന്നെ അധിഷ്ഠാന സ്വരൂപം മാത്രമായിരിക്കും. അതുകൊണ്ട് ആത്മസ്വരൂപം മാത്രമായിരിക്കും. അപ്പൊ ആത്മസ്വരൂപം മാത്രമായി കഴിഞ്ഞാൽ രണ്ടാമതൊരു വസ്തു നിലനിൽക്കുവോ? ഇല്ല. അതുകൊണ്ട് ആകാംക്ഷ വിഷയവനാസ്തി ഇത്യർത്ഥ. ആകാംക്ഷയ്ക്ക് വിഷയം പോലും നിലനിൽക്കില്ല. ഇനി ഇതിന്റെ ഇത്രയും ഭാഗം ഭാഷ്യം കണ്ടോ. ആത്മൈവീതം സർവം, ഇത് ഈശ്വര ഭാവനയാ. ആത്മൈവീതം സർവത്തിന്റെ അർത്ഥം എന്താ? സർവനാസ്തി ആത്മൈവ അസ്മി. ഞാനായിരിക്കുന്ന ആത്മാവ് മാത്രമേ ഉള്ളൂ. അവിടെ കൽപ്പിത വസ്തുക്കൾക്ക് അസ്തിത്വം ഇല്ലാത്തത് കൊണ്ട് ഇവയൊന്നും നിലനിൽക്കുന്നില്ല. അതും ഞാൻ ആരായിരിക്കും? കേവല നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായിരിക്കുന്ന പരമാത്മാവാണ്. അവിടെ അനുസന്ധാനം ചെയ്യാൻ വേണ്ടിയാണ് ഈ ശാസ്ത്രത്തിന്റെ ഇത്രയും മെനക്കേട്. ഇപ്രകാരമുള്ള ഭാവനയാ, ഭാവന കൊണ്ട് എന്ത് ചെയ്യണം? സർവം തെക്തം, സകലം ത്യജിക്കപ്പെട്ടു. അതുകൊണ്ട് ആത്മനൈവേദം സർവം, ഇതാണ് നിങ്ങളുടെ ടീക്കയില് താഴെ മൂന്നാം വൃത്തിയിൽ വന്നു കയറി ഷഷ്ട്യന്തം ചെയ്ത് കളഞ്ഞത്. ആത്മാവിന്റെ എന്നർത്ഥം ചെയ്തു. വാസ്തവത്തിൽ ആത്മാവിന്റെ എന്ന് പറഞ്ഞാൽ സംബന്ധാർത്ഥം പറഞ്ഞ രണ്ട് വസ്തു വരൂലേ. അപ്പൊ ഒന്നും കൂടി വിശദീകരിക്കുകയാണ്. ആത്മവേദം സർവം, ആത്മനൈവേദം സർവം. അടുത്ത സ്റ്റെപ്പ് എന്ത് പിടിച്ചു? ആത്മൈവച സർവം. ആത്മാവിന്റെ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം രണ്ടാമതൊരു വസ്തു ഉണ്ടെങ്കിലല്ലേ ആത്മാവിന്റെ എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. പിന്നെന്താ? ആത്മാവ് തന്നെയാണ് ഇതെല്ലാം. കാരണം ആത്മാവിൽ കൽപ്പിക്കപ്പെട്ട വസ്തുക്കളെല്ലാം ആത്മസ്വരൂപങ്ങളായിരിക്കും. മൃത്തിൽ കൽപ്പിക്കപ്പെട്ട ഘടം മൃത്സ്വരൂപം ആവുന്നത് പോലെ ആത്മാവിൽ കൽപ്പിക്കപ്പെട്ട ഈ ജഗത്ത് ആത്മസ്വരൂപം മാത്രമായിരിക്കും. അതുകൊണ്ട് എന്ത് പറ്റി? അതോ മിഥ്യാ വിഷയാം ഗൃഹിം മാ കാർഷിക ഇത്യർത്ഥ. മിഥ്യാ വിഷയമായിരിക്കുന്നേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന വിഷയം, നമ്മൾ ഇച്ഛിക്കുന്ന വിഷയം എന്താണ്? മിഥ്യയാണ്. ഗൃഹ എന്ന് പറഞ്ഞാൽ അഭിലാഷ. ഗൃഹിം മാ കാർഷി, അഭിലാഷയെ ഉണ്ടാക്കരുത് എന്ന് പറയാം, ഇച്ഛിക്കരുത്. മിഥ്യാ വിഷയത്തെ ഇച്ഛിച്ച് ജീവിതം തീർക്കരുത് എന്നർത്ഥം. ഇങ്ങനൊരു വികൃതി മാ കാർഷി ആരോടെ പറയുന്നത്? ബ്രഹ്മാകാര വൃത്തി മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് ഇച്ഛിച്ച് സന്യസിച്ചവനോടാണ് ഈ പറയുന്നത്. മറ്റൊന്നിലേക്കും ഇച്ഛ പോരുത്, കേവല ബ്രഹ്മാകാര വൃത്തിയിൽ മാത്രം നിൽക്കണം. ആയതിനാൽ മിഥ്യാ വിഷയത്തെ ഗ്രഹിക്കാനായിട്ട് ഇച്ഛ ഉണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ടാ? ഇത് സാമാന്യമാണ്. ജീവിതത്തിൽ എത്രയോ ജന്മം കഴിഞ്ഞതല്ലേ. വിഷയങ്ങളുടെ ഗ്രഹണം കൊണ്ട് മാത്രമേ ജീവിച്ചു പോയിട്ടുള്ളൂ. അത് രാജ്യങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും സമൂഹത്തിന്റെ സ്വഭാവം അതാണ്. അപ്പോൾ ഗൃഹസ്ഥനെ സംബന്ധിച്ച് ധനമില്ലെങ്കിൽ എന്തിനു പറ്റും? അതെന്താ? ധർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ അവിടെ ധനം വേണം. പക്ഷെ അത് സന്യാസിയെ സംബന്ധിച്ച് ആ ധനം വന്നാൽ അതിനെ പരിപാലിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നു ചേരും എന്നുള്ളത് കൊണ്ട് ബ്രഹ്മാകാര വൃത്തിക്ക് പ്രതിബന്ധകനായി മാറും. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കി നിന്നൂടെ? അതായത് ഒരു കാലത്തിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ ഈ പങ്ക്തി പ്ലെയിനായിട്ട് അന്വേഷിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഒരു കാലത്ത് സൊസൈറ്റി സന്യാസി വന്നു കഴിഞ്ഞാൽ ഭിക്ഷാന്തേഹി വരേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു, അന്നം കിട്ടിയത്. ഇന്ന് ഭിക്ഷാന്തേഹി അല്ല എന്ത് വിളിച്ചു പറഞ്ഞാലും തിരിച്ചു ചോദിക്കും, കാട്ടയാണല്ലോ, പോയിട്ട് എന്തും ചെയ്തൂടെ? സൊസൈറ്റി ഇങ്ങനെ മാറിപ്പോയ സ്ഥിതിക്ക് സ്വന്തം അന്നത്തിന്റെ വ്യവസ്ഥ ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിലോ ഗോവിന്ദ. അത് കേരളത്തിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നം വരും കേട്ടോ. മറ്റു സ്ഥലങ്ങളിൽ ഭിക്ഷ ആസാനി സേ ജാത്ത ഹൈ. എന്നാൽ ഇവിടെ അത്രയും പ്രശ്നം ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുമല്ല. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ഫലാഹാരി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെ ഒരു ഫലം മാത്രമേ കഴിക്കത്തുള്ളൂ. അങ്ങേര് പോലും ഇവിടെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അന്നത്തിന് മുട്ടൊന്നുമില്ല. വികടന്മാരെ ആലോചിച്ചിട്ട് ഇവര് എന്താണ്
സംഗ്രഹം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ടൈറ്റാണ് ഈ ഒരു വിഷയം, സന്യാസ വിഷയം വളരെ ടൈറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ സമ്മതിക്കാതെ കേവല ബ്രഹ്മകാര വൃത്തിയിൽ ഇരുത്താൻ വേണ്ടിയാണ് സന്യാസം വിധിച്ചത്. അപ്പോൾ വിവേകാനന്ദ പറഞ്ഞ ശരിയാണോ? മാനവസേവ മാധവസേവ എന്നുള്ള സന്യാസിക്ക് ധർമ്മമായി മാറി ഇതുവരെ ഇല്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ഒന്നാമത്തെ മന്ത്രം ഇങ്ങനെ അവസാനിച്ചു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.